ഇന്ന് രാവിലെ നാം ധ്യാനിക്കുന്നതായ വിഷയം നമ്മുടെ പ്രതീക്ഷയും ദൈവത്തിൻ്റെ പ്രവൃത്തിയും എന്നുള്ളതാണ്. ആധാരമായി മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമയും ചെന്ന് അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി 6 കല്ലുരുട്ടിക്കളയും എന്ന് തമ്മിൽ പറഞ്ഞു. ഈ സഹോദരിമാർ യഹൂദന്മാരുടെ മര്യാദ അനുസരിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ സുഗന്ധവർഗം പൂശേണ്ടതിന് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കല്ലറയ്ക്കിലേക്ക് ചെല്ലുകയാണ്. അവരുടെ ഹൃദയത്തിലുള്ളതായ ചില ചിന്തകളാണ് അവർ ഇവിടെ പറയുന്നത്. അവർ പ്രതീക്ഷിച്ചു പോകുന്നതായ ഒരു കാര്യം അടഞ്ഞു കിടക്കുന്നതായ ഒരു കല്ലറയാണ്. കാരണം
കഴിഞ്ഞ ദിവസം അവർ അത് കണ്ടുറപ്പാക്കിയിട്ടാണ് പോയത്. കർത്താവിൻ്റെ ശരീരം അടക്കിയിട്ട് ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചിട്ട് ആ കല്ലറ അടച്ചു വെച്ചത് ഒക്കെ കണ്ടിട്ടാണ് അവർ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിലുള്ളതായ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അടഞ്ഞു കിടക്കുന്നതായ കല്ലറയാണ്. അതുകൊണ്ട് രാവിലെ ഈ സഹോദരന്മാർ തമ്മിൽ പറയുകയാണ്, നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടിക്കളയും? ഈ വലിയ കല്ല് ആരാണ് നമുക്ക് വേണ്ടി ഉരുട്ടിക്കളയുന്നത്? അത് ഉരുട്ടി മാറ്റുവാനുള്ള ശേഷി നമുക്കില്ല, എന്നാൽ നമ്മെ ആര് സഹായിക്കും എന്നുള്ളത് അവരുടെ ഒരു ചർച്ചാ വിഷയമാണ്. കാരണം അവരുടെ പ്രതീക്ഷയിൽ അടഞ്ഞു കിടക്കുന്ന കല്ലറയാണ് അവരുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് അവർ തമ്മിൽ പറയുകയാണ്, ആര് നമുക്ക് വേണ്ടി കല്ലുരുട്ടിക്കളയും? പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകൾ ഇങ്ങനെയാണ്. അടഞ്ഞു കിടക്കുന്നതായ വാതിലുകളാണ് നമ്മുടെ മനസ്സിൽ പലപ്പോഴും നമ്മുടെ പ്രതീക്ഷയായി മാറുന്നത്. കാരണം നാം ചില കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളാണ് കണ്ടിട്ടുള്ളത്. പലപ്പോഴും നാം അതിൻ്റെ മുൻപിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാറുള്ളത്. അടഞ്ഞു കിടക്കുന്ന വാതിൽ നോക്കിയിട്ട് നാം പലപ്പോഴും നെടുവീർപ്പിടുകയാണ്, ഈ വാതിൽ ആരാണ് എനിക്ക് വേണ്ടി ഒന്ന് തുറന്നു തരുന്നത്? പല കാര്യങ്ങളുടെ മുൻപാകെ ഒരുപക്ഷെ ദീർഘനാളുകളായി ഈ അടഞ്ഞ വാതിൽ കണ്ടുകൊണ്ട് നാം നെടുവീർപ്പിട്ട് നടക്കുന്നവരായിരിക്കാം. ഈ അടഞ്ഞ വാതിലിനെ നോക്കി നാം പലപ്പോഴും നെടുവീർപ്പിട്ട് പറയുകയാണ്, ആരെനിക്ക് വേണ്ടി ഈ വാതിലൊന്ന് തുറന്നു തരും? പലപ്പോഴും ഒരുപക്ഷെ നാം അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം, പലരോടും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം, എനിക്ക് വേണ്ടി ഈ വാതിലൊന്ന് തുറന്നു തരണമേ എന്ന് നാം ദിവസം പല പ്രാവശ്യം ഒരുപക്ഷെ ദൈവത്തോട് തന്നെ നാം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. എന്നിരുന്നാലും ദീർഘനാളുകളായി ഈ അടഞ്ഞു കിടക്കുന്ന വാതിലിനെ ചുറ്റിപ്പറ്റി നാം നടക്കുകയാണ്. എപ്പോഴിതൊന്ന് തുറന്നു കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ നമ്മൾ ഇതിൻ്റെ മുൻപാകെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാഴ്ച ദീർഘനാളുകളായി ഒരു പക്ഷെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രതീക്ഷകൾ പലപ്പോഴും ഇങ്ങനെയാണ്. വാതിൽ അടഞ്ഞുപോയല്ലോ എന്നോർത്ത് നാം വല്ലാതെ ഭാരപ്പെടുന്നതായ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം. ഒരുപക്ഷെങ്കിൽ ഈ വാതില് ഇനി ഒരിക്കലും തുറക്കുകയില്ല എന്നോർത്ത് ഭാരപ്പെടുന്നതായ കാര്യങ്ങളും ഉണ്ടായിരിക്കാം. എന്തൊക്കെയായിരുന്നാലും നാം അടഞ്ഞു കിടക്കുന്ന വാതിലിൻ്റെ മുൻപാകെ നിരാശയോടുകൂടെ വല്ലാത്ത ചിന്താക്കുഴപ്പത്തിൽ ദീർഘനാളുകൾ കഴിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ദൈവവചനം നമ്മോട് അറിയിക്കുന്നതായ ഒരു സത്യം ഈ വേദഭാഗത്തിലൂടെ ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സഹോദരിമാര് തമ്മിൽ പറഞ്ഞു, ആര് നമുക്ക് വേണ്ടി ഈ വാതിൽ തുറന്നു തരും? ഈ കല്ലറയുടെ മുൻപിലുള്ളതായ ഈ വലിയ കല്ല് ആര് ഉരുട്ടിക്കളയും? അങ്ങനെ അവർ പറഞ്ഞുകൊണ്ട് ഈ കല്ലറയുടെ മുൻപാകെ ചെല്ലുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മത്തായി സുവിശേഷത്തിൽ 28-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം വായിക്കുന്നത്, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി, കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. അതിനെ തുടർന്നുള്ളതായ ഭാഗമാണ് വീണ്ടും നാം മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ മുൻപേ നാം വായിച്ചതായ വേദഭാഗത്തിൻ്റെ തുടർന്ന് വരുന്നതായ ഭാഗങ്ങളിൽ കാണുന്നത്. നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റിക്കളയും എന്ന് വല്ലാത്ത ഭാരത്തോടുകൂടെ ചിന്തിച്ചു വരുന്ന സഹോദരിമാർ ആ കല്ലറയ്ക്കിലേക്ക് വരുമ്പോൾ ദൈവം എന്താണ് ചെയ്തത്? ഒരു വലിയ ഭൂകമ്പമുണ്ടായിട്ട് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് ആ കല്ലുരുട്ടി മാറ്റി അവരുടെ മുൻപാകെ അടഞ്ഞു കിടക്കുന്ന കല്ലറയ്ക്ക് പകരം തുറന്നിട്ടിരിക്കുന്നതായ ഒരു കല്ലറ അവർക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മുൻപാകെ അടഞ്ഞു കിടക്കുന്ന ഒരുപാട് വാതിലുകൾ ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ ദീർഘനാളുകളായി ഈ അടഞ്ഞു കിടക്കുന്ന വാതിലിനെ നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് നാം കഴിഞ്ഞുകൂടുന്നതായ സ്ഥിതിയായിരിക്കാം. എന്നാൽ ഇന്ന് രാവിലെ ദൈവവചനം നമ്മോട് പറയുന്നത്, അടഞ്ഞു കിടക്കുന്നതായ വാതിലിൻ്റെ മുൻപാകെ നിന്നുകൊണ്ട് നെടുവീർപ്പിടുവാനായിട്ടല്ല, നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന വാതിലിലൂടെ അകത്ത് കടന്നിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടാണ് ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ സഹോദരിമാരെന്താ ചെയ്തത്?
നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റും എന്ന് വല്ലാതെ വിഷമിച്ച് വല്ലാതെ ഭാരപ്പെട്ടു വരുമ്പോൾ ദൈവം ഇതാ അവർക്ക് വേണ്ടി അനുഗ്രഹകരമായി അത്ഭുതകരമായി ആ കല്ലറയുടെ വാതിൽക്കൽ വെച്ചിരുന്ന കല്ല് ഉരുട്ടി മാറ്റിയിട്ട് അവർക്ക് വേണ്ടി തുറന്നിട്ട് കൊടുക്കുന്ന അത്ഭുതകരമായ ഒരു കാഴ്ച അവിടെ കാണുകയാണ്. പ്രിയമുള്ളവരെ, നാം സാധാരണയായി നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? അടഞ്ഞു കിടക്കുന്നതായ കല്ലറ, അതിൻ്റെ മുൻപാകെ വച്ചിരിക്കുന്ന വലിയ ഒരു കല്ല്, തുറക്കാനാവാത്ത നിലയിൽ അതിഭയങ്കരമായ ഒരു കല്ലുരുട്ടി വെച്ച് അടച്ചു വെച്ചിരിക്കുന്നതായ കല്ലറ നാം കാണുകയാണ്. നമ്മുടെ മുൻപാകെ നാം കാണുന്നത് എന്താണ്? അലറി മറിയുന്ന ചെങ്കടലാണ്. ഒരു നിലയിലും അപ്പുറം കടക്കുവാൻ സാധ്യതയില്ലാതെ വഴി അടഞ്ഞു പോയതായി നാം കാണുന്നു. നമ്മുടെ മുൻപോട്ടുള്ളതായ പാത പൂർണ്ണമായും അടഞ്ഞിരിക്കുന്ന ഭയാനകമായ ഒരു കാഴ്ച നാം കാണുകയാണ്. നമ്മുടെ മുൻപിലോട്ട് ഒരു ചുവട് വയ്ക്കുവാൻ സാധ്യതയില്ല എന്ന് നാം ചിന്തിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് നാം വിലപിക്കുകയാണ്. വീണ്ടും നാം കാണുന്നത് എന്താണ്? നമ്മുടെ മുൻപാകെ ഇരുകര മുട്ടി ഒഴുകുന്ന യോർദാൻ നദി, അതിൻ്റെ അക്കരെയുള്ളതായ കനാൻ ദേശം, എങ്ങനെ അവിടേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്ന് വിലപിച്ചുകൊണ്ട് യോർദാൻ്റെ ഇക്കരെ നിന്നുകൊണ്ട് നാം വിലപിക്കുകയാണ്. എന്നാൽ ഇന്ന് രാവിലെ ദൈവവചനം നമ്മോട് പറയുന്നു, നിനക്ക് വേണ്ടി അത്ഭുതകരമായ വഴികളെ തുറക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. ചെങ്കടലിനെ രണ്ടായിട്ട് വിഭജിക്കുവാൻ കഴിവുള്ള ദൈവം നിന്നോട് കൂടെയുണ്ട്. യോർദാനിലെ വെള്ളത്തെ രണ്ടായിട്ട് വിഭജിച്ച് അതിലൂടെ നിന്നെ ഉണങ്ങിയ നിലത്തൂടെ അക്കരെ കടത്തുവാൻ കഴിവുള്ള ദൈവം നിന്നോട് കൂടെയുണ്ട്. നിനക്ക് മുൻപോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള പാതയിൽ അടച്ചു വെച്ചിരിക്കുന്ന വലിയ കല്ലുകളെ ഉരുട്ടി മാറ്റിയിട്ട് നിനക്ക് വേണ്ടി അത്ഭുതകരമായ പാതകളെ തുറന്നു തരുന്ന അത്ഭുതവാനായ ദൈവം നിന്നോട് കൂടെയുണ്ട്. നാം രാവിലെ കേട്ടതായ പാട്ടിലും നാം അത് തന്നെയാണ് പാടിയത്. വഴിയൊരുക്കും അവൻ ആഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും, വാതിലുകൾ പലതും അടഞ്ഞിടിലും, വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. കർത്താവ് നമുക്ക് വേണ്ടി വഴികളെ തുറക്കുന്നവനാണ്. ഒരു കാര്യം കൂടെ ഇതോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് ഈ ധ്യാനചിന്തകൾ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും നാം പ്രതീക്ഷിക്കുന്നതും ആശ്രയിക്കുന്നതും കർത്താവ് ചെയ്യുന്നതായ അത്ഭുതങ്ങളിലാണ്. എന്നാൽ ദൈവവചനം നമ്മോട് പറയുന്നത് നാം ആശ്രയിക്കേണ്ടുന്നത് അത്ഭുതങ്ങളിലല്ല, അത്ഭുതം ചെയ്യുന്നവനായ കർത്താവിലാണ്. അരാം രാജാവിൻ്റെ സേനാപതിയും കുഷ്ഠരോഗിയുമായിരുന്ന പരാക്രമശാലിയായ നയമാന് സംഭവിച്ചത് എന്താണെന്നുള്ളത് നാം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. നയമാൻ വിചാരിച്ചത് എന്താണ്? എലീശ പ്രവാചകൻ തൻ്റെ അരികിലേക്ക് വന്ന് തൻ്റെ അടുത്ത് നിന്ന് ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ കൈ ഇങ്ങനെ ഉയർത്തി രോഗിയെ സൗഖ്യമാക്കി എടുക്കുമെന്നാണ് നയമാൻ വിചാരിച്ചതും പ്രതീക്ഷിച്ചതും. എന്നാൽ എലീശ പ്രവാചകൻ അവനോട് ആവശ്യപ്പെട്ടത് എന്താണ്? നീ യോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും കർത്താവ് ഇന്ന അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് നാം വിചാരിക്കുന്നു. അങ്ങനെയല്ല നമ്മോട് ദൈവവചനം ആവശ്യപ്പെടുന്നത്. നാം കർത്താവിൽ ആശ്രയിക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്ക് വേണ്ടി ഏത് വഴി എങ്ങനെയാണ് തുറന്നു തരേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നവൻ വലിയവനായ ദൈവമാണ്. അത് അത്ഭുതകരമായ പാതയായിട്ട് നമ്മുടെ മുൻപാകെ കർത്താവ് നമുക്ക് നൽകി നമ്മെ സഹായിക്കുന്നവനാണ്. അതുകൊണ്ട് കർത്താവിൽ പൂർണ്ണമായും ആശ്രയിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി വഴികളെ തുറന്നു തരുന്നവനാണ്. ഇന്നത്തെ ദിവസം ആ ഒരു വലിയ ചിന്തയോടുകൂടെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഏത് വഴിയാണ് കർത്താവ് തുറന്നു തരുന്നത് എന്നുള്ളത് അതാത് സമയങ്ങളിൽ നമ്മെ കാണിച്ചു തരുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ജീവിപ്പാൻ നമ്മെ കർത്താവ് സഹായിക്കട്ടെ. ധൈര്യത്തോടെ ജീവിപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. നാം അടഞ്ഞുകിടക്കുന്നതായ വഴികളെ പ്രതീക്ഷിച്ചുകൊണ്ട് പോകാതെ നമുക്ക് വേണ്ടി അത്ഭുതകരമായ വാതിലുകളെ കർത്താവ് തുറന്നു തരുന്നത് വിശ്വാസ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് കർത്താവിൽ മാത്രം ആശ്രയിച്ച് മുൻപോട്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാ നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഇന്നത്തെ ദിവസത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ പലപ്പോഴും ഞങ്ങളുടെ മുൻപാകെ പല വാതിലുകളും അടഞ്ഞു കിടക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് ഞങ്ങൾ നിരാശരായി തീരാറുണ്ട്. കർത്താവെ, പല വഴികളും ഞങ്ങളുടെ മുൻപാകെ അടഞ്ഞ് ദീർഘനാളുകളായി കിടക്കുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതീക്ഷയിൽ കർത്താവെ അടഞ്ഞ വാതിലുകൾ ഞങ്ങൾ കാണുകയാണ്. എന്നാൽ ഇന്ന് രാവിലെ അവിടുന്ന് നൽകിയ ദിവ്യമായ ആലോചനകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
ഞങ്ങൾക്ക് വേണ്ടി ആഴികളിലൂടെ വഴിയൊരുക്കുന്നവൻ, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ പാതകളെ ഒരുക്കുന്നവൻ അവിടുന്ന് ആകയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് നോക്കുന്നു, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ആശ്രയിക്കുന്നു കർത്താവെ. ഞങ്ങൾ അത്ഭുതങ്ങളിലേക്കല്ല, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ നോക്കുകയാണ്. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത്ഭുതകരമായിരിക്കാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഇന്ന് രാവിലെ അവിടുത്തെ കരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് ദാസൻ്റെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ കർത്താവേ, ഇന്ന് പകലിൽ അവിടുത്തെ കരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന അത്ഭുതകരമായ പാതകൾ കണ്ടുകൊണ്ട് കർത്താവെ അവിടുത്തെ നാമത്തെ ഉയർത്തുവാനും നന്ദി പറയുവാനും ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്താട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.